എല്ലാവർക്കും നമസ്കാരം. പഞ്ചസാരയുടെ ആ മധുരത്തിന് പിന്നിലുള്ള കെമിസ്ട്രി ശരിക്കും എത്രമാത്രം കൗതുകം നിറഞ്ഞതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരേപോലത്തെ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയ രണ്ട് സാധനങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം വ്യത്യസ്തമാവുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഒന്ന് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഗ്ലൂക്കോസ്, മറ്റേത് പഴങ്ങളിലും തേനിലുമൊക്കെ കാണുന്ന ഫ്രക്ടോസ്. ഇവ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാല് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമായിരിക്കും. പക്ഷേ ഇവ രണ്ടിനും ഒരേ ഒരു കെമിക്കൽ ഫോർമുലയാണുള്ളത്: C6H12O6. അതായത് 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ ആറ്റങ്ങൾ. ചേരുവകൾ കൃത്യമായി ഒന്ന് തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? ഒരേ എണ്ണം ആറ്റങ്ങൾ വെച്ചിട്ടും എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് ഒന്നായും ഫ്രക്ടോസ് മറ്റൊന്നായും ഇരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ രഹസ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഐസോമറുകൾ എന്ന വാക്കിലാണ്. സംഭവം സിമ്പിളാണ്. ഒരേ അളവിൽ കളിമണ്ണെടുത്ത് നമ്മൾക്ക് പലതരം രൂപങ്ങൾ ഉണ്ടാക്കാമല്ലോ. അതുപോലെ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിലും അവയെ ക്രമീകരിച്ചിരിക്കുന്ന രീതി, അതായത് അവയുടെ ഘടന, വ്യത്യസ്തമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഐസോമറുകളെന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഈ വ്യത്യാസങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു തന്മാത്രയുടെ സ്വഭാവം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാം. കണ്ടോ? ഗ്ലൂക്കോസില് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണുള്ളത്. എന്നാൽ ഫ്രക്ടോസിലേക്ക് വരുമ്പോൾ അതൊരു കീറ്റോൺ ഗ്രൂപ്പായി മാറുന്നു. ഈ ഒരൊറ്റ മാറ്റം മതി അതിന്റെ സ്വഭാവം മൊത്തത്തിലങ്ങ് മാറാൻ. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നമ്മൾ ഗ്ലൂക്കോസിനെ ഒരു ആൽഡോസ് എന്നും ഫ്രക്ടോസിനെ ഒരു കീറ്റോസ് എന്നും തരംതിരിച്ച് വിളിക്കും. ആ പേരുകൾ തന്നെ അവയുടെ ഘടനയിലുള്ള ഈ അടിസ്ഥാനപരമായ വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളിൽ മാത്രമല്ല വ്യത്യാസം. ആറ്റങ്ങൾ സ്പേസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നതിലും വ്യത്യാസങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആശയത്തെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമറുകൾ എന്ന് പറയുന്നത്. അതായത് സംഭവം കാണാനൊക്കെ ഒരുപോലെയിരിക്കും, പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ മാത്രം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന പോലെ നേരെ തിരിച്ചായിരിക്കും അതിന്റെ ഒരു അമപ്പ്. ഇനി ഈ സ്റ്റീരിയോ ഐസോമറുകളിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതാണ് എപ്പിമറുകൾ. ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഒരൊറ്റ കാർബൺ ആറ്റത്തിൽ മാത്രമായിരിക്കും. വളരെ ചെറിയൊരു വ്യത്യാസം. ഇതെന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഗ്ലൂക്കോസിനെ വേറൊരു പഞ്ചസാരയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഗാലക്ടോസ് എന്ന് പറയും. ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും ഘടന കണ്ടാൽ ഏതാണ്ട് ഒരുപോലെയുണ്ടല്ലേ? പക്ഷേ ആ 4ാമത്തെ കാർബണാറ്റം കണ്ടോ? അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ സ്ഥാനം നേരെ തിരിച്ചാണ്. ആ ഒരൊറ്റ മാറ്റം, അതോടെ അത് ഗ്ലൂക്കോസ് അല്ലാതായി ഗാലക്ടോസ് എന്ന പുതിയൊരു ഷുഗറായി മാറി. ഇൻക്രെഡിബിൾ അല്ലേ? ശരി, നമുക്ക് അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. അപ്പോൾ സംഭവം ക്ലിയർ ആവും. ഇത്തവണ നമ്മള് ഗ്ലൂക്കോസിനെ മാനോസ് എന്ന മറ്റൊരു പഞ്ചസാരയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഇവിടെയും കഥ അതുതന്നെ. പക്ഷേ ഇത്തവണ വ്യത്യാസം വരുന്നത് 2ാമത്തെ കാർബണാറ്റത്തിലാണ്. ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ മാനോസിലെ 2ാമത്തെ കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയിരിക്കുന്നു. കണ്ടില്ലേ? ഒരാറ്റത്തിന്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായി ഒന്ന് മാറിയാൽ മതി, സംഗതി വേറെ ലെവലാകും, പുതിയൊരു കോമ്പൗണ്ടായി മാറും. അപ്പോ ഈ ചെറിയ മാറ്റങ്ങൾ വെച്ച് ഇങ്ങനെ കളിക്കാമെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് ഫോർമുലയിൽ നിന്ന് എത്രയെത്ര ഐസോമറുകൾ ഉണ്ടാക്കാൻ പറ്റും? വല്ല ഐഡിയയുമുണ്ടോ? ഇതിന് കെമിസ്ട്രിയിൽ ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്. ഗ്ലൂക്കോസിൽ ഇങ്ങനെ സ്ഥാനം മാറാൻ സാധ്യതയുള്ള 4 കാർബൺ ആറ്റങ്ങളുണ്ട്. അതിനെ നമ്മൾ കൈറൽ കാർബൺ എന്ന് പറയും. അപ്പോ എത്ര ഐസോമറുകൾ ഉണ്ടാകാം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 2ന്റെ കൃതി n, അതായത് 2n എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ഈ കൈറൽ കാർബണുകളുടെ എണ്ണമാണ്. അപ്പൊ 2⁴ എത്രയാ? 16. അതെ, 16. ആ ഒരൊറ്റ ഫോർമുല C6H12O6 വെച്ചിട്ട് നമുക്ക് 16 വ്യത്യസ്തതരം സ്റ്റീരിയോ ഐസോമറുകൾ ഉണ്ടാക്കാം. ഓർക്കണം, ഓരോന്നും അതിൻ്റെതായ പ്രത്യേകതകളുള്ള ഓരോ തരം പഞ്ചസാരകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രസതന്ത്രത്തിൽ വളരെ ചെറിയ മാറ്റങ്ങൾക്ക് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരാറ്റത്തിന്റെ സ്ഥാനം ഒന്ന് മാറിയപ്പോഴേക്കും പുതിയൊരു ലോകം തുറന്നു കിട്ടിയെങ്കിൽ
ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ എല്ലാം കൺമുന്നിലുള്ള സാധാരണ സാധനങ്ങളിൽ ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ.